സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു നമ്മുടെ UGC നെറ്റ് കൊമേഴ്സ് സെക്കൻഡ് ഷിഫ്റ്റിലായിരുന്നു നമ്മുടെ എക്സാം നടന്നിരുന്നത്. സോ എല്ലാവരും എന്താണ് അതിൻ്റെ റിവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണല്ലേ. നമ്മുടെ പൊതുവേ പറയുന്നത് എക്സാം എങ്ങനെയായിരുന്നു, എക്സാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈസി ആയിരുന്നു. എന്താണ് പേപ്പർ 2 എന്ന് പറയുന്നത് എന്താണ് PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നോക്കിയേ, ലെവൽ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പേപ്പർ 1 ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, പേപ്പർ 2ഉം ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. പക്ഷേ PYQ ബേസ്ഡ് ആയിരുന്നു. പേപ്പർ 2 മെയിനായിട്ടും PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിസംബർ 2024 PYQs ആയിരുന്നു കൂടുതലും. ഒരു 70 to 80% ഡിസംബർ 2024 ക്വസ്റ്റ്യൻസ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്നത്. സോ എക്സാം ഇങ്ങനെ ഒരു ഈസി ലെവൽ അല്ലെങ്കിൽ PYQ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഹൈ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. അതായത് എക്സാം ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബറിലെ എക്സാമിനെക്കാളും കൂടുതൽ എളുപ്പമായിരുന്നെന്നാണ് സ്റ്റുഡൻസ് റിവ്യൂ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഹൈ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കാം ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഈ പേപ്പർ 1 ആണെങ്കിൽ പോലും ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന്, ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിരിക്കും വീണ്ടും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടീച്ചിങ്ങിൻ്റെ മോഡൽസിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ബ്ലൂംസ് ടാക്സോണമി, സൈക്കോമോട്ടോർ ഡൊമെയിൻ, ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബ്ലൂംസ് ടാക്സോണമി അല്ലേ, നമ്മൾ ഫോർമേറ്റീവ് സമ്മേറ്റീവ് വാലുവേഷനൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ, സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ബ്രെയിൻ സ്റ്റോമിങ് നമുക്കറിയാം, ടീച്ചിങ്ങിൻ്റെ മോഡൽസ് ഉണ്ട്. ബ്ലൂംസ് ടാക്സോണമിയും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഏരിയ തന്നെയാണ്. ദെൻ നോക്കിയേ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച് അല്ലേ, നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഏരിയ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ കോവേരിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റിസർച്ച് റിപ്പോർട്ട്, ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ പ്രോസസ് ഓഫ് റിസർച്ച്, റിസർച്ചിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ നമുക്കറിയാം സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് അല്ലേ, ആ ഒരു ഭാഗത്തുനിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ദെൻ സാമ്പിളിംഗ് അല്ലേ, സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മീൻ മീഡിയൻ മോഡ് അല്ലേ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ആ ഒരു ഭാഗത്ത് നിന്നും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഈ ഇത്രയും ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സോ ഇനി എക്സാം എഴുതാൻ പോകുന്ന, ഇനി അപ്പിയർ ചെയ്യാൻ പോകുന്നവർക്കും ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പോയാൽ നന്നായിരിക്കും. ദെൻ കോംപ്രഹെൻഷനിലേക്ക് വരുമ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷൻ വളരെ എളുപ്പമാണെന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞിരുന്നത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് കൾച്ചറൽ എത്നിസിറ്റി ആൻഡ് നാഷണാലിറ്റി. റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ തീമായിട്ട് വന്നത് കൾച്ചറൽ എത്നിസിറ്റി ആൻഡ് നാഷണാലിറ്റി എന്നുള്ളൊരു തീമായിരുന്നു വന്നിരുന്നത്. ഈസി ആയിരുന്നു, പൊതുവെ എല്ലാവരും പറഞ്ഞത്, സ്റ്റുഡൻസ് പറഞ്ഞത് ഈസി ലെവലായിരുന്നു റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നുള്ളതാണ്. പിന്നെ പൊതുവേ പേപ്പർ 1 കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പേപ്പർ 2 കമ്പയർ ചെയ്യുമ്പോൾ പേപ്പർ 1 ആയിരുന്നു കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. ദെൻ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തു നിന്നും ഇൻ്റർ ആൻഡ് ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലേക്ക് കിടക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പെർസെൻറ്റേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്പർ സീരീസിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമ്പർ സീരീസ്. ദെൻ ടൈം ആൻഡ് സ്പീഡ്, നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പേപ്പർ 1 ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഫ്രാക്ഷൻസ്, ലെറ്റർ സീരീസ്, നമ്പർ സീരീസും ലെറ്റർ സീരീസും രണ്ട് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പൊതുവേ മാത്തമാറ്റിക്കൽ റീസണിങ് എളുപ്പമായിരുന്നെന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞിരുന്നത്. ദെൻ നോക്കിയേ, ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുമ്പോൾ ഇൻഫോർമൽ ഫാലസി അല്ലേ, സ്ഥിരം ചോദിക്കുന്നതാണ് ഇൻഫോർമൽ ഫാലസി. ദെൻ നോക്കിയേ, ഫാലസി, റെഡ് ഹെറിംഗ് ഫാലസി, റെഡ് ഹെറിംഗ് ഫാലസി, ഫാലസിയുടെ ഭാഗത്തു നിന്ന് റെഡ് ഹെറിംഗ് ഫാലസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൺ ഫാലസി, ഫാലസിയിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സ്കൂൾസ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, മിമാസ, വേദാന്ത അല്ലേ, സ്കൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇന്ത്യൻ ഫിലോസഫിയിലെ, ആ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കിയേ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈസി ലെവൽ ആയിരുന്നു, ബട്ട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു.
ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് ഈസി ലെവലായിരുന്നു, പക്ഷേ എന്താണ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള എന്താണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ ടൈം എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേഴ്സൻറ്റേജ് രീതിയിൽ അല്ലെ റേഷ്യോ ബേസ്ഡ് പെർസെൻറ്റേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്തിൽ വന്നിരുന്നത്, ഈ പറയുന്ന ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ വന്നിരുന്നത്. ഈസി ലെവൽ തന്നെയായിരുന്നു. ദെൻ ICT വരുമ്പോൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചാൾസ് ബാബേജ്, അതായത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്, ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വൊളാറ്റൈൽ ആൻഡ് നോൺ വൊളാറ്റൈൽ മെമ്മറി, വൊളാറ്റൈൽ മെമ്മറി നോൺ വൊളാറ്റൈൽ മെമ്മറി, ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ നോക്കാം. ഇനി പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് PD വരുമ്പോൾ അജണ്ട 21 സ്ഥിരം ചോദിക്കുന്നതാണല്ലേ, അജണ്ട 21 ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ നാഷണൽ പാർക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നോയ്സ് പൊല്യൂഷൻ, പൊല്യൂഷനിൽ നിന്നും നോയ്സ് പൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ MDGയുടെ ടാർജറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ നോക്കിയേ, ഹയർ എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ 5 ഇയർ പ്ലാൻ, മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ 5 ഇയർ പ്ലാനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സർക്കാർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ NEP 2020 ഇമ്പോർട്ടൻ്റ് ആണല്ലേ, എല്ലാ തവണയും വരുന്നതാണ് നമുക്കറിയാം. NEP 2020യുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ പേപ്പർ 2 നോക്കുമ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ASEAN, SAARC, ഫെമായുടെ ഫീച്ചേഴ്സ് ചോദിച്ചിരുന്നു. ഈ ഒരു ഫെമായുടെ ഫീച്ചറൊക്കെ 2024 ഡിസംബറിൽ ഇതേപടി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റോ PYQ ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതാണ് പറഞ്ഞത്, ഒരു 70 to 80% എന്താണ് PYQ ആയതുകൊണ്ട് തന്നെ മെയിനായിട്ടും കട്ട് ഓഫ് കൂടുതലായിരിക്കും, എക്സാം എളുപ്പമായിരുന്നു. അത് മാത്രമല്ല മെയിനായിട്ടും നമ്മുടെ മാർക്ക് എവിടെ നിന്നാണ് വരുന്നത്, പേപ്പർ 1 ഡിഫിക്കൽട്ട് ആയിരുന്നുകൊണ്ട് തന്നെ പേപ്പർ 1ൻ്റെ ബേസിലായിരിക്കും മെയിനായിട്ടും കട്ട് ഓഫ് വരിക. ദെൻ നോക്കിയേ, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് അല്ലേ, നമ്മളത് PYQ സെഷനിൽ ചെയ്തിരുന്നു അല്ലേ, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ മാച്ചിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ എക്കണോമിക് യൂണിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആയ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലേ, BOPയുടെ ഭാഗത്ത് നിന്നും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയ തന്നെയാണ്. ദെൻ നോക്കിയേ, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലേ, നമ്മളത് PYQ ചെയ്തിരുന്നു. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കൺസർവേറ്റിസം സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നിന്നും കൺസർവേറ്റിസത്തിൽ നിന്നും. വൗച്ചിങ്, അതായത് ഓഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ വൗച്ചിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ഉണ്ടായിരുന്നു. ദെൻ വേരിയൻസ്, അത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. എന്താണ് വേരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മെറ്റീരിയൽ വേരിയൻസ്, പ്രൈസ് വേരിയൻസ്, ആ ഭാഗത്തുനിന്ന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കിയേ, ബിസിനസ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെൽത്ത് ഡെഫിനിഷൻ, ആദം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ, ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ് ഇൻഡിഫറൻസ് കർവ് അല്ലേ, ഇൻഡിഫറൻസ് കർവിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ARMR, അതുപോലെ തന്നെ ഒളിഗോപോളിയുടെ ഫീച്ചേഴ്സ്, ആ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് എളുപ്പം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ബിസിനസ് എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിരുന്നത്. ദെൻ ബിസിനസ് ഫിനാൻസിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRRൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടൈം വാല്യൂ ഓഫ് മണി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NPVയുടെ സ്റ്റെപ്സ്, ഇത് ഡിസംബർ 2024 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. NPVയുടെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ദെൻ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടും ഉണ്ടായിരുന്നു. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിസിനസ് ഫിനാൻസിൽ നിന്ന് പൊതുവേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്നാണ് സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞത്. ദെൻ നോക്കാം, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്, ഈ മോഡ്യൂളിൽ നിന്ന് റിസർച്ചിൻ്റെ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആക്ഷൻ റിസർച്ച് അല്ലേ, ടൈപ്സ് ഓഫ് റിസർച്ചിൽ വരുന്ന ആക്ഷൻ റിസർച്ച്. ദെൻ എക്സ്പ്ലോറേറ്റീവ് റിസർച്ചിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടി ടെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാമ്പിളിങ്ങിൽ നിന്നും ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ് ഉണ്ടായിരുന്നു, കൈ സ്ക്വയർ ടെസ്റ്റും ഉണ്ടായിരുന്നു.
ദെൻ നോക്കിയേ റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാമ്പിളിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് റാൻഡം സാമ്പിളിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ സ്ക്യൂനെസ് സ്ഥിരം ചോദിക്കാറുള്ള ഏരിയ തന്നെയാണ് അല്ലേ, സ്ക്യൂനെസ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ നോക്കാം ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് HRMലേക്ക് വരുമ്പോൾ മാസ്ലോ അല്ലേ, സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ, ഏതാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി, ആ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജോബ് സ്പെഷ്യലൈസേഷൻ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ എന്താണ് കോൺഫ്ലിക്റ്റിൻ്റെ പ്രോസസ്സ് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ HRMൽ നിന്നുണ്ടായിരുന്നു. ദെൻ നോക്കിയേ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലായിരുന്നു, സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാങ്കിങ്ങിൽ നിന്നും വന്നത്. സെബിയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. IRDI ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ മണി മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡേറ്റുകൾ, ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡേറ്റുകൾ, ആ ഒരു ക്രോണോളജിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ട്രഷറി ബിൽസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്നും മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പേപ്പർ 2ൻ്റെ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്ന് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ വന്നത് ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ്, മറ്റൊന്ന് GSTയിൽ നിന്നുമായിരുന്നു വന്നിരുന്നത്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ സ്കിമ്മിങ് പ്രൈസ് അല്ലേ, പ്രൈസ് സ്കിമ്മിങ്ങും പെനിട്രേഷനും ഒക്കെ സ്ഥിരം ചോദിക്കാറുള്ള ഏരിയ തന്നെയാണ്. സോ സ്കിമ്മിങ് പ്രൈസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ എന്താണ് ലീഗൽ ആസ്പെക്റ്റിലേക്ക് കടക്കുമ്പോൾ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ നിന്ന് കോൺട്രാക്റ്റ് ആക്ട് സ്ഥിരം ചോദിക്കാറുള്ളതാണ് അല്ലേ, കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഫ്രോഡ്, കോയേഷൻ, ആ ഒരു ഓർഡറിൽ സെഷൻസ് ഉണ്ടല്ലോ, ആ ഒരു ഓർഡറിൽ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ കാവിയറ്റ് എംറ്റർ ചോദിക്കാറുള്ളതാണ് അല്ലേ. പിന്നെ IT ആക്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, ആ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലീഗൽ ആസ്പെക്റ്റിൽ നിന്നും നമ്മുടെ GSTയുടെ ഭാഗത്തു നിന്നാണ് രണ്ടാമതൊരു റീഡിംഗ് കോംപ്രഹെൻഷൻ. ഫസ്റ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ ബാങ്കിങ്ങിൽ നിന്നായിരുന്നു, ഇത് സെക്കൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ പേപ്പർ 2ൽ ചോദിച്ചത് GSTയുടെ ഭാഗത്തു നിന്നായിരുന്നു. ദെൻ നോക്കിയേ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് വരുമ്പോൾ എന്താണ് ആംസ് ലെങ്ത് പ്രൈസ്, ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബറിലും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്സ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ദെൻ ടാക്സ് ഇവേഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്, ടാക്സ് ഇവേഷൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അസസിയുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഇത്രയുമാണ് പേപ്പർ 2ൽ നിന്നും വന്നിട്ടുള്ള ഏരിയാസ്. നമ്മൾ എന്താണ് ഈ ലാസ്റ്റ് ഡിസംബറിലെ എക്സാം കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എന്താണ് എക്സാം ഈസി ലെവലാണ് അല്ലേ, എക്സാം കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ബിക്കോസ് എന്താണ് 70 to 80% PYQs ആയിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ആൻസർ PYQs ഒക്കെ അനലൈസ് ചെയ്തിട്ട് പോയ സ്റ്റുഡൻസ് ആണെങ്കിൽ വളരെ എളുപ്പം എക്സാം എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. സോ അതുപോലെ തന്നെ എന്താണ് ഇപ്പം പേപ്പർ 1 കുറച്ച് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന സ്റ്റുഡൻസും ഉണ്ട്. പേപ്പർ 2 കമ്പാരിറ്റീവ്ലി നല്ല ഈസി ആയിരുന്നു. സോ എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് വിൽ ബി ഹൈ ആയിരിക്കും, കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്താണ് അതുപോലെ തന്നെ ഡിസംബറിൽ എന്ന് പറയുമ്പം എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, ചെറിയ രീതിയിൽ ഈസി ആയിരുന്നു എന്ന് തന്നെ പറയായിരുന്നു. സോ അതിലും ഈസി ആകുമ്പോഴത്തേക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു എന്താണ് JRFിലേക്കൊക്കെ വരുമ്പോൾ ഒരു 230, 220 ആ ഒരു രീതിയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് JRF ഒക്കെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണ് അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം OBC കാറ്റഗറിക്ക് 204 കട്ട് ഓഫ് JRFന്. അപ്പോൾ അതിന് മുകളിലേക്ക് ഹൈ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എന്താണ് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. നമ്മുടെ സഹകാരി UGC നെറ്റ് ഡിസംബറിലേക്കുള്ള ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക്